തുടങ്ങും അമ്മേ, വേറെ നിവർത്തിയില്ല അമ്മ, എനിക്ക് എങ്ങനെയെങ്കിലും പൈസ തരണേ അമ്മേ. ഞാൻ എൻ്റെ സ്വന്തം അമ്മയോട് പറയുന്ന പോലെ എൻ്റെ മാതാവിനോട് ഞാൻ അമ്മ എനിക്ക് പൈസ തരണേ, ഞാൻ എല്ലാം ചെയ്യുവാന്നേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയോട് പറയും. ഓരോ ദിവസവും ഓരോ പേപ്പർ പ്രോസസ്സിങ് കഴിയുമ്പോഴും 3 ലക്ഷം, ഒരെണ്ണം കഴിയുമ്പോൾ 4 ലക്ഷം എങ്ങനെ അടയ്ക്കണം നമ്മൾ. ഓരോ വട്ടവും ഞാൻ മനസ്സറിയാതെ എന്നെ ആൾക്കാരെന്നെ സഹായിക്കുമായിരുന്നു. ഒരുപാട് നാൾ ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് നാൾ പിണങ്ങിയിരുന്നൊരു വ്യക്തി എന്നെ ഇങ്ങോട്ട് വിളിച്ചിട്ട് ചോദിച്ചു, മോളെ പോകുന്ന കാര്യം എന്തുവായി? അപ്പം ഞാൻ പറഞ്ഞു, അമ്മ ഇതുപോലെ കാര്യങ്ങളാണ്, ഇത്ര രൂപ കുറവുണ്ട് അമ്മ, അതിന് കിടന്ന് ഓടുക, അതുകൊണ്ടാണ് ഞാൻ അമ്മയെ വിളിക്കാത്തേ എന്നൊക്കെ ഞാൻ പറഞ്ഞൊഴിഞ്ഞു. പക്ഷേ അവരെന്നെ വിളിച്ചിട്ട് തന്നെ 3 വർഷമായി, ഞാൻ അവരെ വിളിച്ചിട്ട് 3 വർഷത്തിൽ കൂടുതലായി. അവരിങ്ങോട്ട് എന്നോട് പറയാം, മോളെ നീ വിഷമിക്കണ്ട കേട്ടോ, കുറച്ച് പൈസ ഞാൻ തരാം നിനക്ക് പോകാൻ വേണ്ടി, നീ രക്ഷപ്പെടുമ്പോൾ എനിക്ക് തിരിച്ചു തന്നാൽ മതി. അതൊക്കെ എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പോലും പറ്റുന്നില്ല. ഞാൻ അവരെ വിളിച്ചിട്ടൊക്കെ ഒരു 3 വർഷമൊക്കെ ആവുന്നു. അതുപോലെ തന്നെ എൻ്റെ ആങ്ങളമാർ, വേറെ ആങ്ങളമാർ, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സ്, അവർ നമ്മളിതുവരെ നമ്മളറിയാത്തവരും നമ്മളെ ഒരുപാട് നമ്മൾ ഇൻറ്റിമേറ്റ് അല്ലാത്തവരും ഒക്കെ നമുക്ക് പൈസ തന്നത്. അങ്ങനെ അതൊരു ഭയങ്കര അനുഭവം. പ്രതീക്ഷിക്കാതെ നമ്മൾ ഒരുപാടിടത്ത് നിന്ന് കടം പേടിക്കുകയും നെട്ടോട്ടം ഓടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ അമ്മ എന്നെ കുറച്ച് നേരമേ വിഷമിപ്പിച്ചിട്ടുള്ളൂ. പക്ഷേ അത് കഴിയുമ്പോൾ എനിക്കൊരു ഭയങ്കര സന്തോഷം എപ്പോഴും തരുന്നത്. അതുപോലെ തന്നെ അങ്ങനെ പ്രോസസ്സിങ് കഴിഞ്ഞു, പൈസകളൊക്കെ അടച്ചു. വിസയുടെ താമസം, ഇത് കൊടുത്തു കഴിഞ്ഞാൽ വിസയുടെ താമസം ഒരുപാട് നേരമാണ്. നമ്മളിനി പൈസ അടച്ചെങ്കിലും ഇല്ലെങ്കിലും വിസ വരാൻ താമസമുണ്ട്. പ്രതീക്ഷിക്കാതെ 29-ാം തീയതി എന്നൊരു ഡേറ്റിന് എനിക്ക് വിസ വന്നു. അതൊന്നും അങ്ങനെയൊന്നും പെട്ടെന്ന് വരുന്നതല്ല. ഞാൻ അന്ന് പറഞ്ഞില്ല, ഞാൻ എക്സാം എഴുതാൻ പോയി, എക്സാം എഴുതാൻ പോകുന്നതിന് മുമ്പ് ഇവിടെ വന്നപ്പോൾ ഞാൻ ആ അരുവിൽ നിന്ന് ഇവിടെ അച്ഛൻ പറയുന്നുണ്ട്, അച്ഛനാണ് ഒരു കുട്ടി ഇവിടെ പറയുന്നുണ്ട്, സാക്ഷ്യം പറയുന്നുണ്ട്. ഞാൻ അച്ഛനോട് ഇത് കാര്യം പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എന്നോ അങ്ങനെ എന്തോ എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല. പക്ഷെ ഇതാണ് പറഞ്ഞത്, ഇതുവരെ നിൻ്റെ കാര്യങ്ങളൊക്കെ ഒരു ആമ ഇഴഞ്ഞു പോകുന്ന പോലെയാണ് നടന്നത്. പക്ഷെ ഇനി തൊട്ട് ആ ആമ ഒരാൾ എടുത്തുകൊണ്ട് എങ്ങനെ ഓടും അതുപോലെ ആയിരിക്കും നിൻ്റെ കാര്യങ്ങളൊക്കെ. അത് കേട്ടാൽ ഞാൻ ഇവിടുന്ന് പോകുന്നത്. ഇവിടുന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ മനസ്സിലുണ്ട്, എൻ്റെ കാര്യം എങ്ങനെ നടക്കണേ, എൻ്റെ ആമയെ 1, 2, 3 പേര് എടുത്തുകൊണ്ട് പോകണേ എന്നൊക്കെ ഞാൻ എൻ്റെ മനസ്സിലോട്ട് ഇങ്ങനെ പറയുക. അതുപോലെ അത് ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ച പോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഞാൻ ഉദ്ദേശിക്കുന്നതിന് മുമ്പേ പെട്ടെന്ന് എൻ്റെ അമ്മ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിച്ചു. അങ്ങനെ 27-ാം തീയതി ഞാൻ UK പോവുക. എനിക്കതിൻ്റെ സന്തോഷം ഒരുപാടുണ്ട്. ഞാൻ എൻ്റെ അമ്മയോട് നന്ദി പറയുന്നു. കാരണം 3 വർഷം 4 വർഷത്തോളം എൻ്റെ പുറകെ നടന്ന് ഒരു ഏജൻസി ചെന്ന് കബളിക്കപ്പെട്ട് 6 ലക്ഷം രൂപ എൻ്റെ പുറകെ കളഞ്ഞ് ഇപ്പം എനിക്ക് പോകാൻ സാധിച്ചു. എൻ്റെ അമ്മ എന്നെ സഹായിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിക്കുമായിരുന്നു, ഒരുപാട് നിയോഗങ്ങളൊക്കെ വെച്ചു. പക്ഷെ ഇപ്പോഴെനിക്ക് ഉണ്ടായൊരു അനുഭവം ഞാൻ പറയാം. ഞാൻ 7 കാര്യങ്ങൾ പറഞ്ഞു. അതിനകത്ത് ഒരു കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും, പക്ഷെ ഞാൻ അതിൻ്റെ കാര്യം അധികം പറയാറില്ല. എന്തെന്ന് വെച്ചാൽ എൻ്റെ കുഞ്ഞമ്മ ഒരാളുടെ വീട്ടിലാണ് കഴിയുന്നത്. എന്ന് വെച്ചാൽ അവർ വാടകയ്ക്കല്ല, ഒരാളുടെ സമ്മതപ്രകാരം അവരുടെ വീട്ടിൽ കഴിയുവാണ്. അവരുടെ വീടെന്ന് വെച്ചാൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പ്രായപൂർത്തിയായ ഒരു കൊച്ചേ ഉള്ളൂ. അവളെന്ന് വെച്ചാൽ ആ കുഞ്ഞെന്ന് വെച്ചാൽ എല്ലാവരുടെയും കൂട്ടി നോർമലല്ല, പുള്ളിക്കാരി ഹാൻഡിക്യാപ്ഡാണ്. പക്ഷേ അവൾക്ക് 22 വയസ്സുമുണ്ട്. അപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് ആ ഇടിഞ്ഞു പൊടിഞ്ഞ വീട്ടിൽ കഴിയാൻ പറ്റാത്തതുകൊണ്ട് എൻ്റെ കുഞ്ഞമ്മ വേറൊരാളുടെ റിലേറ്റീവാണ് അവരുടെ വീട്ടിൽ. അവർ നാട്ടിലില്ല, അവർ പുറത്താണ്, അവരുടെ വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ 3 വർഷത്തോളമായി അവരെ താമസിക്കാൻ തുടങ്ങിയിട്ട്. എപ്പോഴും പറയും, മോളെ എത്ര നാളാണ് ഒരാളുടെ വീട്ടിലിങ്ങനെ താമസിക്കുക, അവരിറങ്ങിപ്പോവാൻ പറയുന്നില്ല, പക്ഷെ അവരുടെ ഉള്ളിൽ കാണില്ലേ ഞാൻ ഈ പ്രായപൂർത്തിയായ ഈ കുഞ്ഞിനെയും കൊണ്ട് എങ്ങോട്ട് പോകും. അവൾക്കാണെങ്കിൽ പെട്ടെന്ന് പ്രതിരോധിക്കാനോ നമ്മുടെ കൂട്ട് സംസാരിക്കാനുള്ള ശേഷിയൊന്നുമില്ല. ഈ സമയത്ത് നമ്മൾ കാണുന്നതല്ലേ, 2 വയസ്സുള്ള കുഞ്ഞിനെ പോലും നമുക്ക് പുറത്ത് വിട്ടിട്ട് പോകാൻ പറ്റൂല. അങ്ങനെ ഒരു അവസ്ഥയാണ്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ എൻ്റെ കുഞ്ഞമ്മയ്ക്കൊരു ഇടിഞ്ഞു പൊടിഞ്ഞ വീടും വസ്തുവുണ്ട്, അതൊന്ന് വിറ്റ് കിട്ടിയിരുന്നെങ്കിൽ അവരെങ്ങനെങ്കിലും വേറെ എവിടെയെങ്കിലും വാടകയ്ക്കേലും വീടെടുത്ത് താമസിച്ചേനെ, സമാധാനത്തെ കഴിഞ്ഞാൻ എന്ന് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ സത്യം പറഞ്ഞാൽ ആ കാര്യം അങ്ങ് മറന്നു. പ്രാർത്ഥിക്കും, പക്ഷെ ആ നിയോഗത്തിലുണ്ടല്ലോ, ആ നടന്നില്ലല്ലോ എന്നുള്ള കാര്യം ഞാനങ്ങ് മറന്നു. ഇവിടെ വന്ന് സിസ്റ്ററോട് ഈ കാര്യമെല്ലാം പറഞ്ഞ് ഞാൻ അവിടെ പോയി ഇരുന്നിട്ട് ഇവിടെ വന്നിരുന്നപ്പോൾ എനിക്കൊരു ഫോൺ വരുന്നു. എൻ്റെ അമ്മൂമ്മയാണ് വിളിച്ചത്, അമ്മയുടെ അമ്മ. ഞാൻ അപ്പം അമ്മ എന്തുവായി മോളെ പള്ളിയിൽ പോയിട്ട്. അപ്പം ഞാൻ പറഞ്ഞു, അമ്മയെ സാക്ഷ്യം പറയാൻ എഴുതി കൊടുത്തിട്ട് ഇവിടെ ഇരിക്കുക. അപ്പം പറഞ്ഞു, മോളെ കുഞ്ഞമ്മയുടെ വീടിൻ്റെ കച്ചവടമായി, അവർ പെട്ടെന്ന് വന്ന് എഴുതാൻ പറഞ്ഞ്. ഞാനിവിടെ ഇരിക്കുമ്പം എന്നോട് പറയുക, കുഞ്ഞമ്മ ഇപ്പം അവരെഴുതി കാണും, ഇപ്പം അവർ എഗ്രിമെൻ്റ് എഴുതി പൂർത്തീകരിച്ച് കാണും. അതൊരു വലിയ കാര്യമാണ്. കാരണം ഞാനത് പ്രതീക്ഷിച്ചതേ ഇല്ല. ഞാൻ ഇവിടെ വന്നിരുന്നപ്പോൾ അവരത് എഴുതുവാന്ന്. മാതാവിനെ വിശ്വസിക്കാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അമ്മയെ വിശ്വസിക്കണം. നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അമ്മ നമുക്ക് നടത്തിത്തരും. ഒരു അന്ധവിശ്വാസിയായിരുന്നു ഞാൻ. എന്നെ അമ്മ ഇത്രയും ഉയർത്തിയെങ്കിൽ അത് അമ്മയുടെ കഴിവ് തന്നെ, അമ്മയുടെ അത്ഭുതമാണ്.
വാഗ്ദാനത്തിൻ്റെ പേടകമല്ലേ അമ്മ നമ്മളെല്ലാം ഉയർത്തും. പിന്നെ ഒരു കാര്യം എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ല എൻ്റെ സഹോദരനോട് മിണ്ടത്തില്ല, ഞാൻ വീട്ടിൽ കയറിയിട്ടില്ലെന്ന്. ഈ ഇടയ്ക്ക് ഞാനിങ്ങനെ എന്തോ എൻ്റെ ഇമിഗ്രേഷൻ്റെ എന്തോ പേപ്പർ അഡ്രസ്സ് മുഖാന്തരം എൻ്റെ സ്വന്തം വീട്ടിലാണ് വരുന്നത്. ഞാനത് മേടിക്കാൻ എൻ്റെ വീടിൻ്റെ വാതക്കെ ചെന്നയാണ്. അപ്പോൾ എൻ്റെ അമ്മ എന്നെ വിളിച്ച് പറയാം, ഞാനിനി അങ്ങോട്ട് ഇറങ്ങി വരില്ല കേട്ടോ, നീ വേണമെങ്കിൽ നിൻ്റെ വീട്ടിലോട്ട് കയറി വാ. ഞാൻ പറഞ്ഞു, ഇല്ല, എൻ്റെ ആങ്ങളെ എന്നെ വിളിച്ചില്ലല്ലോ, ആ ഏട്ടനുണ്ടെങ്കിൽ വഴക്കുണ്ടാക്കും. ഇല്ല മോളെ, നീ ധൈര്യമായിട്ട് കയറിപ്പോരെന്ന് പറഞ്ഞ്. അപ്പോൾ എനിക്ക് എന്തോ തോന്നി, എനിക്കപ്പോൾ എൻ്റെ വാശിയൊന്നും എൻ്റെ ഫ്രണ്ടിലേ ഇല്ല. ഞാൻ എൻ്റെ വീട്ടിൽ പോകണമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് 5 വർഷവും 4 വർഷത്തിൽ കൂടുതലായി ഞാൻ പെട്ടെന്ന് എൻ്റെ വീട്ടിലോട്ട് ചെന്ന് ഞാൻ ഏകദേശം ഒരാഴ്ചയോളം അവിടെ കഴിഞ്ഞ് സ്വന്തം വീട്ടിൽ കഴിയുന്നതിൻ്റെ ഒരു സന്തോഷം എന്തുവാന്ന് ഞാൻ അപ്പോഴാണ് മനസ്സിലാക്കി. കല്യാണം കഴിഞ്ഞ് വേറൊരു വീട്ടിലോട്ട് പോകുമ്പോൾ അത് ഞാൻ എൻ്റെ അമ്മയോട് പറയും. അപ്പം ഞാൻ ഇരിക്കും, അമ്മേ, ഒരാളുടെ മനസ്സൊക്കെ മാതാവിന് മാറ്റാൻ പറ്റുമല്ലോ. പിണക്കത്തോണ്ടിരുന്നവരൊക്കെ എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു. അങ്ങനെ ഇന്നലെയാണ് എൻ്റെ അമ്മ വിളിച്ചു പറയുക, മോളെ ആങ്ങളെ പറഞ്ഞ് നീ പോകാൻ പോവല്ലേ 2 ദിവസം. ആങ്ങളെക്കാരോട് ഞാൻ വീട്ടിൽ പോയ കാര്യമൊന്നും. മോളെ ആങ്ങളെ പറഞ്ഞു, മോനെ നീ പോകാൻ പോവല്ലേ, പോകുന്നതിന് മുമ്പ് 2 ദിവസം വീട്ടിൽ വന്ന് നിൽക്കണേന്ന്. സത്യം പറഞ്ഞ ഇതുവരെ ഞാൻ ആഗ്രഹിച്ച കാര്യമല്ല എൻ്റെ അമ്മ നേടിത്തന്ന്. ഞാൻ പറഞ്ഞു, അമ്മേ ഞാനിപ്പോൾ വരുന്നില്ല, അമ്മേ, ഞാനിപ്പോൾ പോകുന്നില്ല അമ്മേ, മാതാവേ, ഞാൻ മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ആങ്ങളെ കാണാൻ പോകത്തുള്ളൂ, ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്.